ഇന്നത്തെ ധ്യാനത്തിനുള്ള തിരുവചനം മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഒരു ഹോട്ടൽ ശൃംഖലയുടെ പരസ്യത്തിൽ ഇരുണ്ട രാത്രിയിൽ ഒരു ചെറിയ കെട്ടിടം നിൽക്കുന്നു. മറ്റൊന്നും ചുറ്റും ഉണ്ടായിരുന്നില്ല. കെട്ടിടത്തിൻ്റെ വരാന്തയിലെ വാതിലിനടുത്തുള്ള ഒരു ചെറിയ വിളക്കിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് ദൃശ്യത്തിലെത്തിയത്. സന്ദർശകന് പടികൾ കയറി കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കാൻ ബൾബ് മതിയായ പ്രകാശം നൽകി. ഞങ്ങൾ നിങ്ങൾക്കായി ലൈറ്റ് തെളിയിച്ചിടും എന്ന വാചകത്തോടെയാണ് പരസ്യം അവസാനിച്ചത്. ഒരു പൂമുഖത്തെ ലൈറ്റ് സ്വാഗത ചിഹ്നത്തിന് സമാനമാണ്. ക്ഷീണിതരായ സഞ്ചാരികൾക്ക് യാത്ര മതിയാക്കി വിശ്രമിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലം ഇപ്പോഴും തുറന്നിട്ടുണ്ടെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. ഇരുട്ടും ക്ഷീണവുമുള്ള യാത്രയിൽ നിന്ന് രക്ഷപ്പെടാനും കടന്നുവരാനും യാത്രികരെ വെളിച്ചം ക്ഷണിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം സ്വാഗതാർഹമായ ഒരു പ്രകാശത്തിന് തുല്യമാകണമെന്ന് യേശു പറയുന്നു. അവൻ തൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിശ്വാസികൾ എന്ന നിലയിൽ നാം ഇരുണ്ട ലോകത്തെ പ്രകാശിപ്പിക്കുകയാണ്. അവൻ നമ്മെ നയിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് പോലെ അവർ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തും. നാം നമ്മുടെ വിളക്കുകൾ പ്രകാശിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ ഒരേയൊരു യഥാർത്ഥ വെളിച്ചമായ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ അടുത്തേക്ക് വരാൻ അവർ സ്വാഗതം ചെയ്യപ്പെടുകയാണ്. ക്ഷീണിതവും ഇരുണ്ടതുമായ ലോകത്ത് അവൻ്റെ വെളിച്ചം എപ്പോഴും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈറ്റ് തെളിയിച്ചിട്ടുണ്ടോ? ഇന്ന് യേശു നിങ്ങളിലൂടെ പ്രകാശിക്കുമ്പോൾ മറ്റുള്ളവർ കാണുകയും അവൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുകയും ചെയ്തേക്കാം. നമുക്ക് യേശുവിനോട് പറയാം, യേശുവേ, മറ്റുള്ളവർ അങ്ങയിലേക്ക് ആകർഷിക്കപ്പെടും വിധം പ്രകാശിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഗോഡ് ബ്ലെസ് യു.